ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ ഫ്ലാഗ് പാറ്റേൺസിനെ കുറിച്ച് നോക്കി. അപ്പോൾ അതിനെ ചാർട്ടിൽ എങ്ങനെ വരക്കാം, അത് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നെല്ലാം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ. അതിന് ഞാൻ ഈ ചാർട്ട് വരക്കാൻ ഉപയോഗിക്കുന്നത് ട്രേഡിംഗ് വിൻ്റെ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ പരിചയപ്പെടുത്തി investing.com ഉപയോഗിക്കാം ഏതായാലും. ഓക്കെ, നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൽ നല്ല പാറ്റേൺസ് എവിടെയും കിട്ടുന്നുണ്ടോ എന്നുള്ള ഓരോ ചാർട്ടിൻ്റെ ഓരോ ഭാഗമായിട്ട് പോവാം. ഓക്കെ, ആദ്യം ഇവിടെ ഒന്ന് കാണുന്നുണ്ട് ചെറിയൊരു അപ്പ് ട്രെൻഡ്. ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പ് ട്രെൻഡ്, പിന്നെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ, പിന്നെ വീണ്ടും ബ്രേക്കൗട്ട്, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്, അവിടെ ഒരു കൺസോൾട്ടേഷൻ, പിന്നെ ഒരു ബ്രേക്കൗട്ട്. അതാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു പാറ്റേൺസ് നല്ലൊരു സ്ഥലം നോക്കാം. ഓക്കെ, ഇവിടെ പറ്റും. നല്ലൊരു അപ്പ് ട്രെൻഡ്, പിന്നെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ കാണാം. അതിൽ ആ കൺസോൾട്ടേഷൻ ഒരു പാരലൽ ചാനലിൻ്റെ ഇടയിൽ നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്താം. അതിന് അപ്പിലേക്ക് ഒരു ബ്രേക്കൗട്ട്, ഹൈ വോളിയം ബ്രേക്കൗട്ടാണ് അപ്പ് ട്രെൻഡിൽ. അപ്പ് ബ്രേക്കൗട്ട് ആകുമ്പോൾ ആ വോളിയം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഫ്ലാഗ് ഫോം ചെയ്യുമ്പോൾ ചെറിയ വോളിയത്തിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ആ വോളിയം പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തായാലും ബ്രേക്കൗട്ടിൻ്റെ സമയത്ത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഫ്ലാഗിൻ്റെ ടാർഗറ്റ് അറിയുന്നത് ആ പോളിൻ്റെ എത്രയാണ് ലെങ്ത്ത് അത്രത്തോളം ടാർഗറ്റ് കിട്ടും. പിന്നെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് അറിയുന്നത് ആ ബ്രേക്കൗട്ട് ക്യാൻഡലിൻ്റെ താഴെ അല്ലെങ്കിൽ ആ ചാനലിൻ്റെ താഴെ. ട്രെൻഡിനിടയിലുള്ള ചെറിയൊരു കൺസോൾട്ടേഷനാണ് ഫ്ലാഗ്സ്. അപ്പോൾ നമുക്കൊരു ട്രെൻഡ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇടയിലൊരു കൺസോൾട്ടേഷൻ ഉണ്ടോ നോക്കാം, അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടും. അതാണ് ബ്രേക്കൗട്ട്. ആ ബ്രേക്കൗട്ടിൽ നല്ല വോളിയം ഉണ്ടോ നോക്കിയിട്ട് എൻ്റർ എടുക്കുക. അങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് വേറെ ഏതെങ്കിലും ഒന്ന് കിട്ടുന്നത് നോക്കാൻ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ കൺസോൾട്ടേഷൻ കുറേ ലോങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ നോക്കണം. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം, അതായത് ഇപ്പോൾ ഫിക്സഡ് ടൈമൊന്നും ഇല്ല അതിന്, എങ്കിലും ഒരു 4 വീക്സിൽ കൂടുതലെല്ലാം കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ബ്രേക്കൗട്ടിന് ശേഷം വലിയൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡൗൺ ട്രെൻഡിലുള്ളൊരു കൺസോൾട്ടേഷനാണത്. പക്ഷെ അത് കുറച്ചുകൂടി ലോങ് ആണ്. പക്ഷെ എന്തിലും കുറേ ഒന്നും ആയിട്ടില്ല, ഡെയിലി ക്യാൻഡിലാണ്. അപ്പോൾ അത്രയൊന്നും കുറേ വീക്സ് ഒന്നും ഇല്ല, അത് വരുന്നില്ല. എങ്കിലും വളരെയധികം കൺസോൾട്ടേഷൻ നടക്കുമ്പോൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ബ്രേക്കൗട്ടിന് അത്ര പവർ കുറവായിരിക്കാം. പിന്നെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു സിമെട്രി ഉണ്ടാവും. ഒരു ഫ്ലാഗും പോളും എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാഗും പോളും തമ്മിൽ ഒരു സിമെട്രി ഉണ്ടല്ലോ, ഒരു ഷേപ്പിനുള്ള. ആ ഒരു സിമെട്രി നമുക്കിതിൽ കാണാൻ പറ്റണം. ഇത്ര ഫിക്സഡ് ലെങ്ത്ത്, ഇത്ര ഫിക്സഡ് വിഡ്ത്തൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സിമെട്രി അത്രയേ ഉള്ളൂ. അത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പാറ്റേൺസ് എടുത്താൽ മതി. ഓക്കെ, ഇതിൽ വേറെ കാണുന്നില്ല. ഇനി വേറൊരു ചാർട്ട് കൂടി നോക്കാം. ബാറ്റ ഇന്ത്യ, അതിലെവിടെയും കിട്ടുന്നത് നോക്കാം. ഇതിൽ ചെറിയൊരു അവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്, ഒരു അപ്പ് ട്രെൻഡിൽ. ഓക്കെ, പാരലൽ ചാനലിൻ്റെ ടൂള് എടുക്കാം. അവിടെ ഒരു ഫ്ലാഗ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഫ്ലാഗും പെന്നൻറ്റും അത് രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമില്ല. ഫ്ലാഗ് എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പായിരിക്കും, പെന്നൻസ് ഒരു ട്രയാങ്കുലർ ഷേപ്പായിരിക്കും. പക്ഷേ അതൊരു ചെറിയൊരു ചെരിവുണ്ടാവും രണ്ട് പാറ്റേണിനും, ഫ്ലാഗ് ആയാലും പെന്നൻ്റ് ആയാലും. അതായത് ഒരു അപ്പ് ട്രെൻഡിലാണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് താഴോട്ടേ ചെരിഞ്ഞിട്ടായിരിക്കും ഫ്ലാഗ്സ് ഫോം ചെയ്യുന്നത്. ഡൗൺ ട്രെൻഡിലാണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ചെരിഞ്ഞിട്ടായിരിക്കും ഈ ഫ്ലാഗ് ആയാലും പെന്നൻ്റ് ആയാലും ഫോം ചെയ്യുന്നത്. അത് ബ്രേക്കൗട്ട് പിന്നെ അതിലെ താഴോട്ട് തന്നെ താഴോട്ട് തന്നെ വരും. പിന്നെ അപ്പ് ട്രെൻഡിലുണ്ടാകുന്ന ഫ്ലാഗ് ബ്രേക്കൗട്ട് ചെയ്തിട്ട് പിന്നെ മുകളിലോട്ട് തന്നെ മൂവ് ആവും. അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. ഓക്കെ, വേറെ ഏതെങ്കിലും ഇതൊരു ഡൗൺ ട്രെൻഡിൽ ഫോം ചെയ്തതാണ്. ഡൗൺ ട്രെൻഡിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ നടന്നു, പിന്നെ വീണ്ടും താഴോട്ട് തന്നെ മൂവ് ആവാൻ തുടങ്ങി. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും നമുക്ക് ഇത് സ്റ്റോക്സിൽ മാത്രമല്ല, ഈ പാറ്റേൺസ് ചാർട്ട് ഫോം ചെയ്യുന്ന ഏത് ഇതിലും പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു ചെറിയൊരു പാറ്റേൺ ആണ്, മിക്കപ്പോഴും വളരെ കോമൺ ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയുന്നത്.
നമുക്ക് കൂടുതൽ പാറ്റേൺസ് അടുത്ത് വരുന്ന വീഡിയോസിൽ കൂടുതൽ പാറ്റേൺസ് പരിചയപ്പെടാം. ഇത് ഒരു റാഡിക്കോ കെത്താൻ്റെ ചാർട്ടാണ്. ഇതിൽ ഫ്ലാഗ് പാറ്റേൺ കിട്ടുമെന്ന് നോക്കാം എവിടെയെങ്കിലും. ഒരു നല്ലൊരു പാറ്റേൺ കാണുന്നില്ല. ഓക്കെ, നോക്കട്ടെ. അവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ ഉണ്ട്, ചെറിയൊരു അപ് ട്രെൻഡ് പോൾ ഫോം ചെയ്തു, പിന്നെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഫ്ലാഗ് ഇത് കിട്ടും. ഫ്ലാഗ് ബ്രേക്ക് ഔട്ടായ ശേഷം ചിലപ്പോൾ ചെറിയൊരു ഇത് റീട്രേസ്മെൻറ്റും ഉണ്ടാവും. ആ ബ്രേക്ക് ഔട്ട് പോയിന്റിലേക്ക് ഒരു റീട്രേസ്മെൻറ്റ് നടന്നിട്ട് ആ ബ്രേക്ക് ഔട്ട് പോയിന്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യും. അത് എപ്പോഴും കിട്ടണമെന്നില്ല, പക്ഷേ മിക്കവാറും ഏത് ബ്രേക്ക് ഔട്ട് ആയാലും മിക്കവാറും ബ്രേക്ക് ഔട്ടിൻ്റെ പോയിന്റിന് റീടെസ്റ്റ് ഉണ്ടാകലുണ്ട്. നമുക്കിനി ക്രൂഡിൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കാം, ഈ ടൈപ്പ് പാറ്റേൺസ്. ജസ്റ്റ് ഓക്കെ, ഇതിൽ ഡൗൺ ട്രെൻഡ് ആണ്, കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ്. അതിലും പല പ്രാവശ്യം കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസ് പല പോയിന്റിലും. ഇതിൽ തന്നെ കുറേ ഫ്ലാഗ് പാറ്റേൺസ് കാണാൻ പറ്റും. ഓരോ ഡൗൺ ട്രെൻഡിലും ഒരു പോൾ ഫോം ചെയ്യും, പിന്നെ വീണ്ടും ഒരു ഫ്ലാഗ് ഫോം ചെയ്തിട്ട്, ഫ്ലാഗ് അല്ലെങ്കിൽ പെന്നൻ്റ് ഇത് ഫോം ചെയ്തിട്ട് താഴോട്ടേക്ക് വീണ്ടും ബ്രേക്ക് ആവും. ആ രീതിയിലാണ് മൂവ് ചെയ്യുന്നുള്ളത്. ആ മൂവ് ചെയ്യും. ഈ ഫ്ലാഗ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അത്രയേ ഉള്ളൂ. ഒന്ന് ഫ്ലാഗിൻ്റെ ഡയറക്ഷന്, പിന്നെ അതിലെ ബ്രേക്ക് ഔട്ട് ടൈമിലും പോൾ ഫോർമേഷൻ ടൈമിലും ഫ്ലാഗ് ഫോർമേഷൻ ടൈമിലുള്ള വോളിയം, ഇത് ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇത് നമുക്ക് കറൻസിയിലും ഇതേപോലെ യൂസ് ചെയ്യാം. $US INR ആയാലും ഏതായാലും ട്രേഡ് ചെയ്യുന്ന മിക്ക ഇതിലും നമുക്ക് ഈ പാറ്റേൺസ് യൂസ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ ഇതിനെപ്പറ്റി, കൂടുതൽ പാറ്റേൺസ്.